ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വാഹന വിപണിയായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യോ സെല്ലോ റെക്കമെൻഡേഷനൊന്നും അല്ല, കാര്യങ്ങൾ പറയുന്നു, കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് വാഹന വിപണിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം വരുന്ന ഒരു 10-15 കൊല്ലത്തേക്ക്? എൻ്റെ ഒരു അഭിപ്രായം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു വളർച്ച സാധ്യത ഈ രംഗത്ത് കിടപ്പുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു നെക്സ്റ്റ് ജനറേഷൻ വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഒരുപാട് കമ്പനികൾ വരുന്നു. അത് വിവിധ മേഖലകളിലാണ് വരുന്നത്. അപ്പോൾ ഈ കമ്പനികളൊക്കെ വന്നു കഴിയുന്നു, റെയിൽ റോഡൊക്കെ വികസിക്കുന്നു. അപ്പോൾ എല്ലാ ഏരിയകളിലേക്കും വികസനം അങ്ങോട്ട് പതുക്കെ പതുക്കെ അങ്ങ് എത്തും. ഈ മേഖലയിലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കമ്പനികളോട് ആയിക്കഴിയുമ്പോഴത്തേനും ഇവിടെയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ തൊഴിൽ ലഭിക്കും. തൊഴിൽ ലഭിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മേഖലയിലുള്ള നേരിട്ടും അല്ലാതെയുമായിട്ടുള്ള പുതിയ പുതിയ ബിസിനസ്സുകൾ ഉയർന്നു വരും. ഈ ബിസിനസ് ഉയർന്നു വരുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കുമ്പോൾ വരുമാനം കൂടും. ഈ വരുമാനം കൂടുമ്പോൾ നമുക്കുള്ളൊരു ആഗ്രഹം തന്നെ ഒരു വീട് വെക്കണം, ഒരു നല്ലൊരു വാഹനം വാങ്ങിക്കണം. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ ആഗ്രഹം വേറെ വേറെ ഡിഫറെൻ്റ് ആയിട്ട് വരും. അപ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഒരു വാഹനം വാങ്ങിക്കണം എന്നുള്ളത്. അത് ഈ കേരളത്തിലിപ്പോൾ എല്ലാവർക്കും തന്നെ വാഹനമുണ്ട്. പക്ഷേ കേരളത്തിന് പുറത്തേക്ക് ഇതിന് ഒരുപാട് സ്കോപ്പുണ്ട്. കാരണം വാഹനം ഉള്ളവരാണെങ്കിൽ തന്നെ പുതിയ വരുന്ന വാഹനത്തിലേക്ക് മാറാനായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ നമ്മളൊക്കെ എൻ്റെ ഇഷ്ടം എങ്ങനെയാണെന്നുള്ളത് എനിക്കൊരു വാഹനത്തിന് ഇഷ്ടമുണ്ടാവും. അതൊരു സ്പെഷ്യൽ കമ്പനിയുടെ ആയിരിക്കും. നിങ്ങൾക്ക് വേറൊരു കമ്പനീനെ ആയിരിക്കും താല്പര്യം. എന്നാൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ അവർക്കോ അവരുടെ ഇഷ്ടമുള്ള കമ്പനി ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പല പല കമ്പനികളാണ്. എന്നാൽ ഈ വാഹനങ്ങൾക്കൊക്കെ കോമൺ ആയിട്ട് ഒരു കമ്പനി എന്നുള്ള തന്നെ പ്രൊഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നതെങ്കിലോ ആ കമ്പനിയല്ല അതിനേക്കാളും ഈ വാഹന വിപണി വളരുന്നതിൻ്റെ ഒപ്പം തന്നെ അതിനേക്കാളും വേഗത്തിൽ വളരുന്നതായിരിക്കും ഇതുപോലെയുള്ള കമ്പനി ആയിരിക്കും. പല കമ്പനികൾക്കും ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ആ കമ്പനി ആയിരിക്കും വളർച്ചാ സാധ്യതയുള്ളത്. അങ്ങനത്തെ ഒരു കമ്പനി ഏതാ? അതാണ് ലൂമാക്സ് ഓട്ടോ എന്നുള്ളത്. അപ്പോൾ ഈ കമ്പനിയുടെ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ, പിന്നെന്തെന്നാ ഇറ്റ് ഹാസ് 26 മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് അക്രോസ് 6 സ്റ്റേറ്റ്. അപ്പം ഇതാണ് അതിൻ്റെ അകത്ത് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറാണ്. അപ്പോൾ ഈ കമ്പനീനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. ഇതൊരു DK ജെയിൻ ഗ്രൂപ്പിൻ്റെ അകത്ത് തന്നെ കമ്പനിയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സ്. 2 വീലറിൻ്റെ നോക്കിയാൽ KTM, ബജാജ്, ഹോണ്ട. പിന്നെ 4 വീലറിൻ്റെ അകത്ത് ഐസുസു, നിസാൻ, മാരുതി, ഹോണ്ട, ഫിയറ്റ്, വോൾസ്വാഗൻ, ടാറ്റ, സ്കോഡ, അങ്ങനെ ടയോട്ട, MG, അങ്ങനെ നിരവധി കമ്പനികളുടെ ഇവരുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട്. പിന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിളിൽ നോക്കിയേ, അത് കൂടാണ്ട് ടയർ ബണ്ണ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മേഖലകളിലൊക്കെ ഒരു കമ്പനിയിലേക്കല്ല ഇവരുടെ പ്രൊഡക്റ്റ് പോകണം. എല്ലാ കമ്പനിയിലെ ഇതും ഇവർക്ക് പ്രമുഖ കമ്പനികൾക്കും ഇവരുടെ പ്രൊഡക്റ്റ് എത്തുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനികളിൽ ഏത് കമ്പനികളിലെ കാറിൻ്റെ സെയിലോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിളോ ബൈക്കിൻ്റെ ആണെങ്കിലും ഈ മേഖലകളിലെ ഏത് കമ്പനി വളർന്നാലും ഇവർക്ക് അതിൻ്റെ മെച്ചം കിട്ടുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ പിന്നെ ഇവരുടെ പ്രൊഡക്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിലോ, ഇത് 29/5/2024 സമർപ്പിച്ചേക്കുന്ന ഒരു റിപ്പോർട്ടാണ്. റിപ്പോർട്ട് ഫുള്ളായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, റിപ്പോർട്ടിൽ ജസ്റ്റ് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവരുടെ 4 വീലറിൻ്റെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ നിർമ്മിക്കുന്നത് ഇതൊക്കെ എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് റേഞ്ച്. പിന്നെ നോക്കി 2 വീലറുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ നോക്കി കൊമേഴ്ഷ്യൽ വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ അതിൻ്റെ താഴെ നോക്കി ഫാം എക്യുപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, ഇത് അവരുടെ ഇവരുടെ ലൊക്കേഷൻസ്, അങ്ങനെ താഴത്തേക്ക് ഇഷ്ടം പോലെ കിടപ്പുണ്ട് കേട്ടോ, എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നോക്കി ഇതുപോലെ അങ്ങോട്ട് വളർച്ചാ സാധ്യതയുള്ളൊരു മേഖലയാണ്. അപ്പോൾ ഒരു കമ്പനിയിലേക്ക് മാത്രമല്ല ഇവരുടെ, പല കമ്പനിയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഒരുപാട് വളർച്ചയ്ക്ക് സാധ്യതയുള്ളൊരു
കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഓടിച്ചു വിട്ടുന്നുണ്ട്, കുറഞ്ഞ സമയം കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്നാ ചെയ്യണം, നിങ്ങൾ കൂടുതൽ പഠിച്ചിട്ട് ഇതിനകത്ത് തീരുമാനം എടുക്കാവുള്ളൂ. കാരണം എന്താ, ഇത് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയാണ്. 3973 കോടിയുടെ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. അപ്പോൾ സ്മോൾ ക്യാപ്പിൻ്റെ കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോസിറ്റീവ് ന്യൂസ് വന്നാൽ ഭയങ്കര വലിയ റാലിയായിരിക്കും. നെഗറ്റീവ് ന്യൂസ് എന്നാൽ അതുപോലെ പ്രോഫിറ്റ് ബുക്കിംഗ് നല്ലൊരു ഏരിയയാണ് ഈ സ്മോൾ ക്യാപ്പ് എന്ന് പറയുമ്പോൾ. ആ ഒരു റിസ്ക് കിടപ്പുണ്ട്. പക്ഷേ വളർച്ചാ സാധ്യതയുള്ള അനുകൂല കാലഘട്ടമൊക്കെയാണ്. ആ ഒരു അനുകൂല കാലഘട്ടം അവർക്ക് വിനിയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ലാർജ് ക്യാപ്പായിട്ട് മാറാനും കഴിവുള്ളവരാണ് ഈ സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല കമ്പനി ആയിരിക്കണം, വളർച്ചാ സാധ്യത, അനുകൂല ഘടകം, അതൊക്കെ ഇതിനകത്തൊരു ഇതാണ്. പിന്നെ തന്നെ അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ പഠിച്ച് പോകണം. ഈ അനുകൂല കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാലും ഈ ലാർജ് ക്യാപ്പ് ആയിട്ട് മാറണമെങ്കിൽ ഒരു 10, 15, 20 കൊല്ലം എടുക്കും കേട്ടോ. അത് ഈ ഒരു കമ്പനീനെ സംബന്ധിച്ചൊരു കുഞ്ഞു കാലഘട്ടമാണ്. അതാണ് അതിൻ്റെ അകത്തൊരു പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും സ്വന്തമായിട്ട് പഠിച്ച് പോകണം. എല്ലാ റിസൾട്ടും കമ്പനിയുടെ വളർച്ചാ സാധ്യതയും ഒക്കെ നമ്മൾ പഠിച്ചു പോകണം. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 3973 കോടിയുടെ സ്മോൾ ക്യാപ്പാണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 583. 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ 596. 52 വീക്ക് ലോ എന്ന് പറഞ്ഞാൽ 332. സ്റ്റോക്കിൻ്റെ പി എന്ന് പറഞ്ഞാൽ 30.5. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 116. ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയാണ്. ROC എന്ന് പറഞ്ഞാൽ 17.7. ROE എന്ന് പറഞ്ഞാൽ 17.9. ഫേസ് വാല്യൂ 2 ആണ്. ഇതിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. ചാർട്ട് പാറ്റേൺ നോക്കിയാൽ ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റമുള്ള ചാർട്ട് പാറ്റേൺ ആണ്. പിന്നെ നമുക്ക് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയർ സെയിൽസ് നോക്കിയാൽ 2013 764 കോടി ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ 2822 കോടിയിലേക്കാണ് വന്നത്. ഓരോ കാലഘട്ടം കഴിയുന്നവരും അതിൻ്റെ സെയിൽസ് ഉയർന്നു വന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിൽ 67 കോടിയിൽ നിന്ന് 368 വളർന്നു. ഓപ്പറേറ്റിംഗ് മാർജിൻ ആണെങ്കിലോ ഒരു 8% 13% ഇടയിൽ നിൽക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലോ 41 കോടിയിൽ നിന്ന് 167 കോടിയിലേക്ക് വളർന്നേക്കുന്നു. ഇപ്പോൾ റിസർവ് ആണെങ്കിലോ 198 കോടിയിൽ നിന്ന് 776 കോടിയിലേക്കാണ് വളർന്നേക്കുന്നത്. കടമാണെങ്കിലോ 27 കോടിയിൽ നിന്ന് 810 കോടിയിലേക്ക്. ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. എന്താണ് നെഗറ്റീവ്? റിസർവിൻ്റെ മുകളിലേക്ക് കടം പോയി. അപ്പോൾ അത് ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ നോക്കിയാലോ, ലോങ് ടൈം ബോറോയിങ്സ് 332. ഇടക്കാലത്ത് 2017 1 കോടി ഉണ്ടായിരുന്നത് ലോങ് ടൈം ബോറോയിങ്സ്. അത് കൂടി എത്രയും 322 കൂടി. പിന്നെ ഷോർട്ട് ടൈം ബോറോയിങ്സ് ആണെങ്കിലോ അതും കൂടി എത്രയായി 359 കോടി. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ലീസിന് 130 കോടി. അത് കുഴപ്പമില്ല. പക്ഷേ ലോങ് ടൈം ബോറോയിങ്സും ഷോർട്ട് ടൈം ബോറോയിങ്സും കുറഞ്ഞു തന്നെ, അല്ലെങ്കിൽ ഈ റിസർവ് അതുപോലെ കൂടി വരികയും ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നെ അതൊരു ചെറിയൊരു പ്രോബ്ലമായിട്ട് കാണുന്നു ഞാൻ. പിന്നെ തന്നെ ഈ പ്രൊമോട്ടറുടെ ഷെയർ ഹോൾഡിങ് 55.98 ആയിരുന്നു 2021 ജൂണിൽ. അതിപ്പോൾ എത്രയാണ്? അതേ തന്നെയായിട്ട് തുടരുന്നു. FIs ആണെങ്കിലോ 19.84 നിന്ന് കുറഞ്ഞ് 9.04 കുറച്ചു. പക്ഷേ DIs നോക്കിയാൽ 5.21 നിന്ന് 14.19 കൂട്ടി. അപ്പോൾ FIs വിറ്റതൊക്കെ ആര് വാങ്ങിച്ചു? DIsലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ അതൊരു പോസിറ്റീവ് പോയിൻ്റ് അല്ലേ? കാരണം FIsനും DIsനും നല്ല വിശ്വാസമുള്ളൊരു കമ്പനിയാണ്. പബ്ലിക്കിൻ്റെ കയ്യിലോ 20.77 കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചാർട്ട് പാറ്റേൺ നോക്കിയാലോ. ഇത് മന്ത്ലി ചാർട്ട് പാറ്റേൺ ആണ്. നോക്കി, ആദ്യകാലം മുതൽ നന്നായിട്ട് വോളിയം ബൈയിങ് വന്നേക്കണത്, ഇപ്പോഴും നന്നായിട്ട് വോളിയം ഉള്ളതാണ്. പിന്നെ സെല്ലിംഗ് ആയിട്ടുള്ള വോളിയം ക്യാൻഡിൽ, ചോപ്പ് ക്യാൻഡിലുകളൊന്നും വലിയ കാര്യമായിട്ടില്ല. ഓരോ കാലഘട്ടം കഴിയുന്നവർ ഉയർന്നു പോവുകയാണ്. ഇതിൻ്റെ അകത്ത് RSI വാല്യൂ നോക്കിയേ, മന്ത്ലി ചാർട്ടിൽ 84 മുകളിലേക്കാണ്. അപ്പോൾ 70 മുകളിൽ തന്നെ വരുമ്പോൾ തന്നെ ഒരുപാട് പേരുടെ ഓവർ ബോട്ട് എന്നുള്ള കണക്കാണ്. അപ്പോൾ ഓവർ ബോട്ട് വന്നു കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് ലാഭം ഉണ്ടെന്നുള്ളൊരു പറയുന്നതാണ് ഈ 84 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ അകത്ത് ചാർട്ട് പോകണം എങ്ങനെയാണെന്ന് നോക്കി. ഇവിടെ ആദ്യ കാലത്ത് അതിന് പുറത്തൊരു കാര്യം പറയാണ്ട്. ഇത് നോക്കി, ഞാൻ ഇതിനും പുറത്ത് ഒരു കൊല്ലം മുമ്പ് ഇട്ടപ്പോൾ ഉള്ള ഒരു അന്നത്തെ പ്രൈസ് 240 ആയിരുന്നു. അവിടുന്ന് ഇപ്പോൾ എത്രയായി? 582 നല്ലൊരു റാലിയാണ് നടത്തിയേക്കുന്നത്. ആ റാലി എങ്ങനെയാണ് പോയത്? ആദ്യകാലത്ത് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു 200 മേഖലകളിൽ. ആ റെസിസ്റ്റൻസ് നല്ലതായിട്ടൊന്ന് മറികടന്ന് അടുത്ത റെസിസ്റ്റൻസ് അനുഭവിച്ച് ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് പോകുന്നത്.
ആ സപ്പോർട്ട് എടുത്തിട്ട് പുതിയ ഹൈയിലേക്ക് പോയി, അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രോഫിറ്റ് ബുക്കിംഗ് നടന്ന് അവിടെ ഒരു സപ്പോർട്ട് എടുത്ത് പുതിയ റെസിസ്റ്റൻസ് ഗ്രിപ്പ് വന്നു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്തേക്ക് വന്ന് സപ്പോർട്ട് എടുത്ത് പുതിയ റെസിസ്റ്റൻസിലേക്ക് പോകണം. അപ്പോൾ ഇനി ഇവിടെ നിന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 84 RC വാല്യൂ. അപ്പോൾ അതൊരു പരിധി കൂടുതൽ ഇങ്ങനെ അത്രയും പിടിച്ചിരിക്കാനായിട്ടുള്ള ഇതില്ല. കാര്യം അനുകൂല ഘടകമാണെന്ന് പറഞ്ഞാലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഇത് നല്ലൊരു എപ്പോഴും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകണ കാരണം അതൊരു നല്ലൊരു പോയിൻ്റാണ്. പിന്നെ ഇനി ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 552.9. പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു സ്മോൾ ക്യാപ്പ് ആണെന്ന് ഓർമ്മ വേണം. അപ്പം നമുക്കൊരു 2-3 സ്റ്റെപ്പ് താഴത്തേക്ക് പ്രതീക്ഷിച്ചാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഇത് വരുള്ളൂ. ആദ്യത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 450, 514 ആദ്യത്തെ സപ്പോർട്ട്. ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് ഇത് താഴത്തേക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് കുറവാണ്. പക്ഷേ ഇപ്പോഴും എല്ലാ ദിവസവും നിഫ്റ്റി ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് പോണത് കാരണം നമുക്ക് താഴത്തേക്കും പ്രതീക്ഷിക്കണം. അത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരണം എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു മേഖല താഴത്തേക്ക് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ 374, 410 കാണുന്നത്. അതിൻ്റെ താഴത്തേക്ക് 258, 291 ഈ ഏരിയയിലേക്കൊന്നും വരാൻ ചാൻസ് കുറവാണ്. എൻ്റെ കണക്കൂട്ടൽ എന്ന് പറഞ്ഞാൽ ഈ 450, 514 ഏരിയയിൽ തന്നെ സപ്പോർട്ട് എടുക്കാനാണ് ചാൻസ് കൂടുതൽ. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകും? ഈ കാലാവസ്ഥയൊക്കെ ഇവർക്ക് കറക്റ്റായിട്ട് വിനിയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എത്രയും വേഗം പുതിയൊരു ഉയരങ്ങൾ കുറിക്കാനാണ് ചാൻസ്. അങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, അതായിട്ട് അടുത്ത റാലി എടുത്തും, അതായിട്ട് അവിടെ ഒരു സപ്പോർട്ട് എടുത്ത് അങ്ങനെ മുകളിലേക്ക് പോകാൻ തന്നെയാണ് ചാൻസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിന് ആ രീതിയിൽ തന്നെയാണ് പോണേന്ന് അറിയുന്നത് എങ്ങനെയാണ്? ഈ സെയിൽസ്, കമ്പനിയുടെ വളർച്ച ഒക്കെ എങ്ങനെ പഠിക്കണം? സ്വന്തമായിട്ട് പഠിക്കണം. കൂടുതലായിട്ട് ഇപ്പോൾ ഇത് ഓടിച്ചിട്ട് പറഞ്ഞു പോയതിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിനേക്കാളും ഒരുപാട് പഠിച്ച് കമ്പനിയിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൽ പൊസിഷൻ എടുക്കുന്ന കാര്യം തീരുമാനിക്കാവുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതൊരു ബൈയോ സെല്ലോ റെക്കമെൻഡേഷൻ എന്നല്ല, കാര്യങ്ങൾ പറയുന്നു, കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.